പപ്പുവിനെ പട്ടിണി കിടാൻ നോക്കിയപ്പം അവസരം എന്താ പപ്പു കാശ് വാരണം. എന്താ അവിടുത്തെ തിരക്ക്? സൗജന്യമായിട്ട് ജപ്പാൻ പഠിക്കാനിരുന്നിട്ടും കാശ് കൊണ്ട് ഓരോരുത്തർ പങ്കാശിന്റെ അടുത്തേക്ക് ഓടുകയല്ലേ. അല്ല, നാട്ടുകാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ആരായാലും ഓടിപ്പോവും. നമുക്കും അതുപോലൊരു വനിതാ ബാർബറെ കൊണ്ടുവന്നാലോ? പിന്നെ വനിതാ ബാർബർമാര് ജോലി തേടി അലഞ്ഞു നടക്കുകയല്ലേ. എന്റെ മുതലാളി ലോകത്തെ ഏക വനിതാ ബാർബറിയാണ് ഈ പങ്ക്രി. നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങൾ ഈ പണിക്ക് പോവോ? ഇതൊരു അസാമാന്യ പ്രതിഭയാണ് ഈ വന്നിരിക്കുന്നത്. അല്ല, ജപ്പാൻചിലെ ഭാര്യമാരെ ആരെങ്കിലും കൊണ്ടുവന്ന് പഠിപ്പിച്ചെടുത്തൂടെ? ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ആ റൂട്ടിലേക്ക് എന്റെ ചിന്ത തിരിച്ചുവിടാമായിരുന്നു. ആ എങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു കല്യാണം കഴിച്ച് ആ പെണ്ണിനെ വേഗം കട്ടിങ്ങും ഷേവിങ്ങും പഠിപ്പിക്കാൻ നോക്ക്. ഓടിച്ചെന്ന് കല്യാണം കഴിക്കാൻ പെണ്ണുങ്ങളെ പലചരക്കടയിൽ നിന്ന് കിട്ടും. എന്റെ മനസ്സിന് സങ്കല്പത്തിന് ചേരുന്ന ഒരു പെൺകുട്ടിയെ കണ്ടു കിട്ടണ്ടേ കൂലിപ്പട്ടാളം? അങ്ങനെയാണെങ്കിൽ കേട്ടോ, ഒരു വെടിക്ക് രണ്ട് വേണ്ട. ഒരു പട്ടാളക്കാരോട് ഉള്ളപ്പോ വെറുതെ നീ കയറി വെടിവെച്ച് രാജ്യദ്രോഹിയാകണ്ട. ഞാനൊരു ചൊല്ലു പറഞ്ഞതേ ഉള്ളൂ, മിണ്ടാതെ പോ. മുതലാളി, പങ്കജാക്ഷിയെ നമ്മുടെ പക്ഷത്തേക്ക് മറിച്ചാലോ? അതെങ്ങനെയാ? അവൾ പപ്പുവിന്റെ ജ്യേഷ്ഠന്റെ മോളല്ലേ. നമ്മളിനി എന്ത് അഭ്യാസം കാണിച്ചാലും അവൾ നമ്മുടെ പക്ഷത്തേക്ക് വരില്ല. വിവരമില്ലെങ്കിലും മുതലാളി പറഞ്ഞ ശരിയാ. അതങ്ങനെ തീർത്ത് പറയാൻ പറ്റില്ല. മുതലാളിയുടെ സ്വന്തം മോള് പപ്പുവിന്റെ ചക്രവാണിന്റെ പക്ഷത്തായതോ? അത് പിന്നെ പ്രേമം അല്ലേ? അതേ ഒറ്റമൂലി തന്നെ ഇവിടെ നാം പ്രയോഗിക്കണം. ആ ഒറ്റമൂലിക്ക് മുന്നിൽ വടങ്ങാത്ത സ്ത്രീ ഹൃദയങ്ങളില്ല. ഈ ജപ്പാൻജി പങ്കജാക്ഷിയെ പ്രേമിച്ച് വിവാഹം കഴിച്ചാൽ അവൾ പിന്നെ ഭൂലോക സുന്ദരിയിലായി. അതെ, മുതലാളിയുടെ മകളെ പ്രേമിച്ചതിന് ഒരു തിരിച്ചടിയുമായിരിക്കും. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. എങ്ങനെയായാലും ശരി, അവൻ എന്റെ മുമ്പിൽ തോക്കുന്നത് എനിക്കൊന്ന് കാണണം. പങ്കജാക്ഷി നമ്മുടെ പക്ഷത്തേക്ക് കൊണ്ടുവന്നാൽ പോരെ? വെറും ഒരു ബ്യൂട്ടീഷ്യന് കഴിയാത്തത് ചിലപ്പോൾ ഒരു പട്ടാളക്കാരനെ കൊണ്ട് കഴിഞ്ഞെന്നിരിക്കും. നീ അവിടെ വെച്ചിട്ടിരി, നമുക്ക് പിന്നിരിക്കാം കുഞ്ഞമ്മ. അവരാദ്യം കഴിക്കട്ടെ. രാത്രി വരെ കഷ്ടപ്പെട്ട് ജോലിയേറ്റ് പിന്നെ വിളമ്പാൻ നിൽക്കാണോ? പങ്കാശ അവിടെ ഇരുന്നേ. ഇരിക്കണി വെച്ചേ. സംഭവിച്ചിട്ടില്ല. എന്റെ ചേട്ടൻ മരിക്കുമ്പോ ഇവക്ക് 12 വയസ്സാ. വെറുതെ രസത്തിന് വേണ്ടിയാ ഞാൻ ഇവളെ കത്രിക പിടിക്കാൻ പഠിപ്പിച്ചത്. ഞാൻ അറിഞ്ഞോ ദൈവമേ, ഒരു വലിയ ആപത്ത് രക്ഷിക്കാൻ വേണ്ടി ഇവൾ ഇവിടെ അവതരിക്കുമെന്ന്. ഏതായാലും നാടൊന്ന് ഇളകിയിട്ടുണ്ട്. എന്റെ അമ്മായി ഏറ്റവും കിടുങ്ങിയിട്ടുണ്ട്. ശത്രുവിന്റെ കല്യാണത്തിന് ഇതുപോലെ കുഴച്ചുരുട്ടി ഉണ്ടിട്ടേ ഞാൻ ഇവിടുന്ന് പോകത്തുള്ളൂ. ഇവളൊന്ന് വളർന്നു, ഇനി അധികം വൈകാതെ നല്ലൊരു ചെറുക്കനായി. എനിക്ക് ധൃതിയൊന്നുമില്ല. എന്നാലേ ഞങ്ങൾക്ക് ധൃതിയുണ്ട്. പങ്കി ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പറയണം. ഇല്ലെങ്കിൽ നീ അറിയാതെ എന്റെ അച്ഛൻ വേറെ ആരടുത്തെങ്കിലും പന്തേ വെച്ചളയും. ചക്ര, എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വേറൊരാളെ സ്നേഹിച്ചു പോയി എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതല്ല, ഇനിയാണ് പ്രേമിക്കാൻ ഉദ്ദേശമെങ്കിൽ അതും പറയണം. പ്രേമിക്കാനുള്ള കുറുക്ക് വഴികളും ചില പുസ്തകങ്ങളും ഒക്കെ അച്ഛന്റെ കയ്യിലുണ്ട്. മോനെ, ഷേവ് ചെയ്തു, പക്ഷെ മുറിയരുത്. സന്യാസിനി ഓ നീയായിരുന്നു. ഞാൻ വിചാരിച്ചത് പട്ടി ഓരിയിടുകയായിരുന്നു. എന്തിനാടാ ഇങ്ങനെ ഓരിയിടുന്നത്? സംഗീതബോധമില്ലാത്തവർക്ക് അങ്ങനെ പലതും തോന്നും. ഈ പ്രേമം എന്ന് പറയുന്നത് നിനക്ക് പറഞ്ഞിട്ടുള്ള വികാരമല്ല. അയ്യേ, ജപ്പാൻജി ഒന്ന് മനസ്സിലാക്കണം. ഒരു പുരുഷന്റെ സൗന്ദര്യം അവന്റെ ആരോഗ്യത്തിലല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ എല്ലാ പെണ്ണുങ്ങളും പവർ മാൾട്ട് നിന്ന് മസിൽ പിടിച്ച് നടക്കുന്നതിന്റെ പുറകെ പോകണ്ടേ? പുരുഷന്റെ സൗന്ദര്യം അവന്റെ പൗരുഷത്തിലാണ്. നീ പൗരുഷം എന്ന് ഉദ്ദേശിച്ചത് ഈ അസ്ഥിപഞ്ജരത്തിന്റെ ഏത് ഭാഗത്ത് വരും? ഈ മുഖത്ത് നോക്കിയിട്ട് എന്ത് തോന്നുന്നു? ഭയം തോന്നുന്നു. ചിരിച്ചപ്പോ കാക്ക തേങ്ങാപ്പൂള് കൊത്തിക്കൊണ്ടുപോകുന്ന പോലെ തോന്നി. എന്തൊക്കെ പറഞ്ഞാലും എന്റെ ആത്മവിശ്വാസം നശിക്കില്ല. ഐ ആം എ സോൾജർ. എടോ ഉണക്കപ്പട്ടാളം, പങ്ക് ഇപ്പൊ എനിക്കുള്ളതാണ്. എല്ലാവരും നിമിത്തമാണെന്ന് ഞാൻ പറയൂ. അല്ലെങ്കിൽ ഞാനിവിടെ വരാനും പരസ്പരം കണ്ടുമുട്ടാനും ഇടവരില്ലായിരുന്നു. അവൾ എന്റേതാണ്, എന്റേത് മാത്രം, എന്റേത് മാത്രം. അയ്യോ, ആരെങ്കിലും കണ്ട? അതിനെ ഈ മുഖം മൂടി. ഇപ്പൊ എന്തിനാ വന്നേ? ഇതെങ്ങനെയുണ്ടെന്ന് ചോദിക്കാൻ. ഇനി ഇതോട്ടുണ്ടാ ഡെയിലി തന്നെ കാണാൻ വരാൻ പോണേ. ആ ജപ്പാന പൊക്കോ പൊക്കോ.
ആരോ തേങ്ങ ഇട്ടല്ലോ. ഇന്നവനെ കയ്യോടെ പിടിച്ചിട്ട് എന്ന കാര്യം. ജപ്പാൻജി ജപ്പാൻജി ജപ്പാൻ ഇങ്ങനെ അവിടെ പോയി കിടക്കുക. ആരാ ആരാ? ഓ, ഇയാളെന്താ ഇവിടെ വന്ന് കിടക്കുന്നത്? ഉറക്കത്തേക്ക് നടന്നോ? നീ തെങ്ങാന്ന് വീണതായിരിക്കും. മുണ്ടി കൂടെ മൂത്രം ഒഴിച്ചോ? എന്താ ഇവനോ? ആരടാ ഉണ്ടാക്കാൻ നനഞ്ഞല്ലോ. അവന് രാത്രിയിൽ എവിടെ പോയി? ചേട്ടാ, മൂത്രം ഒഴിക്കാൻ അകത്ത് സ്ഥലമുണ്ടല്ലോ. ഞാൻ ഈ അകത്ത് ചൂടെടുത്തിട്ട് മുഖംമൂടി ഇട്ടോണ്ട് പുറത്ത് നിന്നതാ. എന്നിട്ട് ചൂട് കുറഞ്ഞോ? അല്പക്കുറവുണ്ട്. അച്ഛന് വേണോ? ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. കല്യാണത്തിന് മുമ്പ് വല്ല വേണ്ടാതിനും ആ പെങ്കൊച്ചിനോട് കാണിച്ചാൽ കൊന്നുകളെ ഞാൻ. അച്ഛനിപ്പോ പ്രേമത്തിനെതിരായ കയറിപ്പോടാത്ത ഒരുമാതിരി മന്ത്രിമാരുടെ ഏർപ്പാടാ. അച്ഛനും മോനും കൂടി പാതയാക്കി. എടി, ചക്രവാണി എന്റെ മോൻ തന്നെയാടി. എന്താണോ ഇപ്പോഴിങ്ങനെ തോന്നാൻ? അവൻ വേലി ചാടി തുടങ്ങിയടി. എടി, നിന്നെ കാണാൻ ഞാൻ എത്ര വേലി ചാടിയിട്ടുള്ളതാ. അതിനേക്കാൾ ഉയരത്തിലാടി അവനിപ്പോ ചാടുന്നത്. അവൻ എന്റെ സകല റെക്കോർഡുകളും തിരുത്തിയടി. വന്നിരുന്ന് ഉറങ്ങാൻ നോക്ക്. ചെല്ല്, വാ. സ്വലയെ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട. ഇന്നു മുതൽ ഒരാഴ്ചക്കകം ഞാൻ അവളെ പ്രേമിച്ച് കെട്ടിയിരിക്കുന്നു. അതിനുള്ള എല്ലാ പദ്ധതികളും ഞാൻ ആവിഷ്കരിച്ചു. ഒരാഴ്ചക്കുള്ളിലോ? 3 ദിവസത്തിനുള്ളിൽ പങ്കജാക്ഷി കെട്ടിയിരിക്കുന്നു പറഞ്ഞാൽ ഞാൻ നായർ സാബ് നടക്കുന്നത്. ആ വാനര എനിക്കൊരു പാരയായിട്ടിരുന്ന ലക്ഷണമാണല്ലോ. അവനും ശ്രമിക്കട്ടെ. നിങ്ങളിൽ ആരാലും നമുക്ക് പ്രശ്നമില്ല. പക്ഷെ പങ്കജാക്ഷി മറിഞ്ഞിരിക്കണം. എന്നാൽ അവൾ ഉടൻ മറിയും. അവൾ കൈനെട്ടി ഹോണ്ടയിൽ വരുന്നു. ഇടവഴിയിൽ നിന്ന് അപ്രതീക്ഷിതമായി എന്റെ ബൈക്ക് എടുത്തു ചാടുന്നു, കൂട്ടുപിടിക്കുന്നു, മറിഞ്ഞു വീഴുന്നു. നമ്മൾ കെട്ടിപ്പറയുന്നു. എന്റെ പരിക്കുകൾ സാരമാക്കാതെ ഞാൻ അവളെ വാരി കോരിയെടുത്ത് ശുശ്രൂഷിക്കുന്നു. പ്രേമത്തിന്റെ ആദ്യ ചലനങ്ങൾ അവിടെ തുടങ്ങുകയായി. എന്റെ ഈശ്വര, എന്ത് ഇതേ പരിപാടി തന്നെ ഞാൻ നായർ സാബം പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നത്. ഹലോ, കാര്യം നിങ്ങൾ എതിർപക്ഷത്ത് നിന്ന് ഞങ്ങൾക്കെതിരെ കളിക്കുകയാണ്. പക്ഷെ ഞാൻ അതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുത്തിട്ടുള്ളൂ. നല്ല സ്പിരിറ്റ് എവിടെ കിട്ടും? ആ സ്പിരിറ്റ് അല്ല, ഒരു സാഹോദര്യം. ഇവിടെ എന്റെ സിസ്റ്ററിന്റെ ഭാവിയാണ് പ്രശ്നം. ചക്രവാണി, കാര്യമുണ്ട്. പങ്കജാക്ഷി എത്രയും പെട്ടെന്ന് കെട്ടിച്ചയക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അത് ജപ്പാനെ പോലെ സുന്ദരനും മാന്യനുമായ ഒരു ബാർബർ ആവുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ പിന്നെ ഒരു പക്ഷേ എന്ത്? അവളുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവൾക്ക് കൂടുതൽ താല്പര്യം ആ പട്ടാളക്കാരനോടാണെന്ന്. പക്ഷെ ഞാൻ ആ ബന്ധത്തിന് ഒരിക്കലും കൂട്ടു നിൽക്കില്ല. അവര് തമ്മിൽ എങ്ങനെ മാച്ചാനാ? മാടപ്രാവിനെ ഒരു കൊതുക് കല്യാണം കഴിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് അയാളെ എങ്ങനെങ്കിലും പറഞ്ഞ് പിന്തിരിപ്പിച്ച് ജപ്പാൻ തന്നെ എന്റെ സിസ്റ്ററിന് ഒരു ജീവിതം കൊടുക്കണം. അളിയന്റെ മനസ്സ് കാണാൻ ഞാൻ വൈകിപ്പോയി. എതിർ ഗ്രൂപ്പിൽ നിന്ന് അളിയനെതിരെ കളിച്ചതിന് എന്നോട് പൊറുക്കണം. അതൊന്നും സാരമില്ല. പിന്നെ ഇങ്ങനൊരു സംസാരം നടന്നു ആരും അറിയാൻ പാടില്ല. ഗുണശേഖരൻ അമ്മാവന്റെ മുമ്പിൽ നമ്മൾ പഴയതുപോലെ ശത്രുക്കൾ തന്നെ ആയിരിക്കണം. മനസ്സിലായല്ലോ? മനസ്സിലായി. എല്ലാം പോട്ടെ. എന്റെ പ്രേമബന്ധം തകർക്കാൻ കാവലിന് വന്ന സാബിനോട് എനിക്ക് വിരോധമൊന്നുമില്ല. ഏറ്റെടുത്ത ജോലി നിങ്ങൾ അന്തസ്സായി ചെയ്യുന്നു, അത്രേ ഉള്ളൂ. എന്തായാലും സ്നേഹിക്കുന്ന മനസ്സുകളുടെ വേദന സാബിന് ഇപ്പോഴെങ്കിലും മനസ്സിലായി കാണുമല്ലോ. സത്യം പറഞ്ഞാൽ പങ്കജാക്ഷിയെ ധീരനും വീരനുമായ സാബിന് തന്നെ വിവാഹം കഴിച്ചു തരണമെന്നാണ് എന്റെ ആഗ്രഹം. പക്ഷേ എന്തു പക്ഷേ? പങ്കജാക്ഷിയുടെ സംസാരത്തിൽ നിന്നും എനിക്ക് മനസ്സിലായത് അവൾക്ക് സാബിനേക്കാൾ താല്പര്യം ആ പന്ന ജപ്പാനോടാണെന്ന. സ്വന്തം കുലത്തൊഴിൽ പോലും മര്യാദയ്ക്ക് ചെയ്യാൻ അറിഞ്ഞുകൂടാത്ത ആ മരങ്ങോടൻ പങ്കജാക്ഷിയെ പ്രേമിച്ച് വിവാഹം കഴിച്ചാൽ പിന്നെ ഞാൻ ജീവനോടെ ഇരിക്കില്ല. അതുകൊണ്ട് സാബ് എങ്ങനെയെങ്കിലും ആ ജപ്പാനെ ഒന്ന് ഒതുക്കി എന്റെ സഹോദരിക്ക് ഒരു ജീവിതം കൊടുക്കണം. എന്താ, ജീവിതം കൊടുക്കാൻ പറ്റില്ലേ? അതല്ല, പിന്നെ അടിപൊട്ടി അണിയല്ല, ആണാ? എന്നോട് ഇത്രയും സ്നേഹമുള്ള നിങ്ങൾക്ക് ഞാൻ ഒരുപാട് പാരയായിരുന്നു. അതൊന്നും സാരമില്ല, നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്തു. ഇല്ല, ഇനി മുതൽ എന്റെ ഡ്യൂട്ടി നിങ്ങളുടെ പ്രേമത്തിന് കാവൽ നിൽക്കുന്നതാണ്. പറയൂ, സുനന്ദയെ ഞാൻ എവിടെയാണ് കൊണ്ടുവരേണ്ടത്? അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഏതായാലും നമ്മുടെ ഈ ബന്ധം ആരും അറിയാൻ പാടില്ല. നമ്മൾ പഴയതുപോലെ ശത്രുക്കളായിരിക്കണം മറ്റുള്ളവരുടെ മുമ്പില്. ഓക്കെ, ഇനി മുതൽ ചക്രവാണി സാർ എന്റെ മേജർ സാബായിരിക്കും. ഞാൻ അവിടത്തെ ചാരനും. എടാ പരട്ട ജപ്പാൻ,
എന്റെ തോക്കിലെ ഉണ്ട നിന്റെ രക്തത്തിനായി ദാഹിക്കുന്നു.